ഹലോ ആൻറ്റി, ബോധം തെളിഞ്ഞു അല്ലേ? ഡോക്ടറിലൂടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ആ ജീവൻ രാജ് കായലിൽ ഒലിച്ചുപോയ സ്ഥിതിക്ക് പിന്നെ ആൻറ്റിയുടെ അറ്റാക്ക് ഇത്രത്തോളം അങ്ങോട്ട് വലിച്ചു നീട്ടണ്ടായിരുന്നു. അറിയാലോ, ആ ഡോക്ടർ ഭയങ്കര കത്തിയാ. നാളെ ബില്ല് വരുമ്പോ അറിയാം ചുമ്മാ ICU കിടന്നതിന്റെ നഷ്ടം എത്രയാണെന്ന്. നീ എന്താ ഗോകുല ഇങ്ങനെയൊക്കെ പറയുന്നേ? അസുഖം പിടിച്ച് ICUവിൽ കിടക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാ ചുമ്മാ കിടക്കുന്നത്. ഞാൻ അവിടെ ഉള്ളപ്പോഴേ ICUവിൽ കൊണ്ടുവന്ന 3 രോഗികൾ മരിച്ചുപോയി. തൊട്ടപ്പുറത്ത് മനുഷ്യന്റെ ജീവൻ പോകുമ്പോ സ്വബോധത്തോടെ അത് കണ്ടു കിടക്കേണ്ട അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും അതൊരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാ, ഈ ശവങ്ങളുടെ അടുത്ത് ഇങ്ങനെ കിടക്കുക. അപ്പൊ പിന്നെ കാശ് കുറച്ച് പോയാലും കുഴപ്പമില്ല. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലെ ബില്ല് അത് ഞാൻ ഏറ്റു. അത് നീ ഇപ്പൊ പ്രത്യേകിച്ച് എന്തു പറയാനാ? എല്ലാം നീ ഏറ്റതല്ലേ? ആ, ഇന്റർനെറ്റ് ഷോപ്പിന്റെ കാര്യം കൂടി ഉടൻ പറഞ്ഞ് റെഡിയാക്കണം. അതെങ്ങനെയാ ആന്റി? ആന്റിയായിട്ട് മഞ്ചാടിയുടെ കല്യാണം മുടക്കിയാലല്ലേ അനുപമയുടെ കയ്യിൽ നിന്ന് ആ ഷോപ്പ് ഞാൻ ഇന്ദ്രന് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞത്? ഇതിപ്പം കല്യാണം മുടങ്ങിയത് ജീവൻ രാജ് കായലിൽ വീണോണ്ടല്ലേ? എടാ മോനെ, നിന്റെ കളി സുശീലയുടെ എടുക്കല്ലേ? അവൻ കായലിൽ വീണോ കടലിൽ ചാടിയെന്നൊന്നും നീ നോക്കണ്ട. അത് രണ്ടാമത്തെ കാര്യമാ. അതിനു മുമ്പ് നമ്മൾ തമ്മിലുള്ള കരാർ പ്രകാരം മഞ്ചാടിയുടെ കല്യാണം നടത്തില്ലെന്ന് ഞാൻ തീരുമാനിച്ചതാ. പക്ഷെ ആന്റി അറ്റാക്ക് അഭിനയിച്ച് ICU കിടക്കുമ്പോ മഞ്ചാടിയുടെ കല്യാണം നടത്താൻ സാക്ഷാൽ അനന്തൻ മാഷന് മുമ്പോട്ട് വന്ന ആന്റി. ജീവൻ രാജ് കായലിൽ വീണില്ലായിരുന്നെങ്കിൽ അവന്റെയും മഞ്ചാടിയുടെയും കല്യാണം പൂർവാധികം ഭംഗിയോടെ നടക്കുമായിരുന്നു. ദേ ഗോകുലേ, നിന്റെ ആവശ്യം കഴിഞ്ഞപ്പോ എന്നെ ഒരുമാതിരി കറിവേപ്പില പോലെ എടുത്തു കളയാൻ നീ നോക്കല്ലേ. നിനക്ക് സുശീലയെ നന്നായിട്ട് അറിയാലോ. അതൊക്കെ അറിയാൻറ്റി, ഞാൻ ചെറുപ്പം മുതൽ ആന്റിയെ കാണുന്നതല്ലേ. എന്തായാലും ആന്റിക്ക് തന്ന വാക്ക് അത് ഞാൻ പാലിക്കാതിരിക്കില്ല. പക്ഷേ അതിന് കുറച്ച് ടൈം എടുക്കും. ജീവൻ രാജ് തിരിച്ചു വരില്ലെന്നും അവന്റെയും മഞ്ചാടിയുടെയും കല്യാണം ഒരിക്കലും നടക്കില്ലെന്നും ഉറപ്പിക്കുന്നത് വരെയുള്ള ടൈം. അങ്ങനെ ജീവിതകാലം മുഴുവൻ അവരെ തമ്മിൽ അകറ്റിക്കൊള്ളാമെന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നിട്ടില്ല മോനെ. ഞാൻ തീരുമാനിച്ച അവളുടെ കല്യാണം മുടക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. ഇനി നിന്റെ വാക്ക് നീ പാലിച്ചിട്ടില്ലെങ്കിൽ മോനെ, നിന്റെ തലപ്പത്തിരിക്കുന്ന ആളെ പോയി കാണാനും എനിക്കറിയാം. ഓ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. നമ്മൾ വെറുതെ പിന്നെ സംസാരിച്ചുടക്കിയ ആന്റിയുടെ ഹോസ്പിറ്റൽ ബില്ലും അത് ആന്റി തന്നെ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അതിനിടവരുത്താതെ ആന്റി ഫോൺ വയ്ക്കുക. ശരി, ഇപ്പൊ ഞാൻ വെക്കുക. നീ ഒന്നുകൂടി ആലോചിച്ച് എന്നെ വിളിക്കേ. വിളിച്ചിരിക്കണം. ഒന്ന് പോ ആന്റി, ഭീഷണിപ്പെടുത്താതെ. ഇനി ഞാൻ അങ്ങോട്ട് വിളിക്കില്ലെന്ന് മാത്രമല്ല, ആന്റി ഇനി ഇങ്ങോട്ട് വിളിച്ച എന്നെ കിട്ടത്തുമില്ല. ഓക്കെ, ബൈ. അമ്മ ഫോണിൽ സംസാരിച്ചത് മുഴുവൻ ഞാൻ കേട്ടു. അമ്മയും ഗോകുലും എന്നോട് പറഞ്ഞത് ജീവന്റെയും മഞ്ചാടിയുടെയും കല്യാണം മുടക്കാൻ വേണ്ടി അമ്മ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. പക്ഷേ ഇപ്പോൾ അമ്മ അവനോട് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കല്യാണം മുടക്കാൻ വേണ്ടി അമ്മ ഹാർട്ട് അറ്റാക്ക് വന്നതുപോലെ അഭിനയിച്ചു എന്നാ. അതെ ഇന്ദ്ര, ഞാൻ അഭിനയിക്കായിരുന്നു. നിനക്ക് വേണ്ടിട്ടാ. എനിക്ക് വേണ്ടിയോ? ഞാൻ പറഞ്ഞോ അമ്മയോട് ജീവന്റെ മഞ്ചാടിയുടെ കല്യാണം നടത്തണ്ടെന്ന്? അതൊന്നും നീ പറഞ്ഞില്ല. ആ കല്യാണം നടത്താൻ നീ എന്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. പക്ഷേ ആ കല്യാണം ആ ഒരു ദിവസത്തേക്ക് ഞാൻ മാറ്റിയാ നിന്റെ നിലനിൽപ്പ് ഭദ്രമാക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. അമ്മ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെന്ന് വെച്ചൊന്ന് തെളിച്ചു പറ.
ഇന്ദ്രന്റെ ഷോപ്പ് ഇന്ദ്രന് നഷ്ടപ്പെടില്ലെന്ന് ഞാൻ ആന്റിക്ക് ഉറപ്പ് തരാം. പക്ഷേ നാളെ മഞ്ചാടിയുടെ ജീവൻ രാജിന്റെ കല്യാണം അത് നടക്കരുത്. ആ സമയത്ത് ഞാൻ അവന് ഉറപ്പൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ രാത്രി അവൻ ഫോണിൽ വിളിച്ച് വീണ്ടും എന്നോട് ആവശ്യപ്പെട്ടു, നിർബന്ധിച്ചു. നാളത്തെ ഒരു ദിവസം അത് നടത്തരുതെന്നേ അവൻ പറഞ്ഞുള്ളൂ. പിന്നീട് എപ്പോ വേണമെങ്കിലും ആന്റിക്ക് ആ കല്യാണം നടത്തിക്കൊടുക്കാമെന്ന് അവൻ ഉറപ്പും പറഞ്ഞിരുന്നു. പിന്നെ അവസാന നിമിഷം കല്യാണം മാറ്റിവെപ്പിക്കാൻ ഒരു വഴിയും ഞാൻ കണ്ടില്ല. ഒടുവിൽ ഞാനും ഹർഷയും കൂടി ആലോചിച്ച ഇന്ദ്ര അറ്റാക്ക് വന്ന് വീഴുന്നതായി അഭിനയിക്കാൻ തീരുമാനിച്ചത്. മഞ്ചാടിക്കും ജീവനും വേണ്ടി മുന്നിട്ടിറങ്ങിയ ഞാൻ സീരിയസ് ആയിട്ട് ആശുപത്രി കിടന്ന അന്നത്തെ ദിവസം ആ കല്യാണം മാറ്റിവെക്കാമെന്ന് ഹർഷ എനിക്ക് ഉറപ്പു തന്നു. പക്ഷെ കല്യാണം മുടങ്ങാൻ അതൊന്നും വേണ്ടി വന്നില്ല. ആ രാത്രി തന്നെ ജീവൻ വള്ളം മറിഞ്ഞു പുഴയിൽ പോയി. അതില് അമ്മയ്ക്കും ഹർഷയ്ക്കും ഒരു ബന്ധമില്ലെന്നാണോ? അയ്യോ, അതിന് ഞങ്ങൾക്ക് എന്ത് ബന്ധം ഇന്ദ്ര? പിന്നെ അമ്മ പറഞ്ഞിട്ടാണ് ജീവനെ തുരുത്തിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നെന്ന് ആസിഫ് പറഞ്ഞതോ? അത് അവനോട് തന്നെ പോയി ചോദിക്കടാ. എനിക്ക് അവനെ പരിചയം പോലും ഇല്ല. പോലീസ് വന്ന് ചോദിച്ചാ ഞാൻ പറഞ്ഞോളാം. അവനെ കൊണ്ട് വേറെ ആരോ എന്റെ പേര് പറയിപ്പിച്ചിരിക്കുക. എന്നെ ആരോ ഈ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ദ്ര. മോനെ, നീ വേണം അതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ. ഈ കുരുക്ക് അമ്മ സ്വയം സൃഷ്ടിച്ചതാ. ദൈവത്തിന് മാത്രമേ ഇതിൽ നിന്ന് അമ്മയെ രക്ഷിക്കാൻ പറ്റൂ. മോനെ, എടാ ഇന്ദ്ര നിക്കടാ. മോനെ, എടാ നീ എന്നെ രക്ഷിച്ചില്ലേലും ഇപ്പൊ ഇതാ ഞാനീ പറഞ്ഞൊന്നും വേറെ ആരോടും പറയല്ലേ ഇന്ദ്ര.